ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ആദരണീയനായ ആന്റണി പഗാനിയച്ചന്റെ മധ്യസ്ഥം തേടിക്കൊണ്ടുള്ള നൊവേനയുടെ 3-ാം ദിനത്തിൽ നാം വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിന്റെ നേട്ടങ്ങളെ എങ്ങനെ അംഗീകരിക്കാം? ക്രിസ്തു നമുക്കായി നേടിയ രക്ഷയും വിജയവും കേവലം വാക്കുകൾ കൊണ്ട് പറയേണ്ടതല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലി കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. ആദരണീയനായ ആന്റണി പഗാനിയച്ചൻ എപ്രകാരമാണ് തൻ്റെ ജീവിതശൈലി കൊണ്ട് ക്രിസ്തുവിൻ്റെ ഈ രക്ഷ ലോകത്തിന് കാണിച്ചു കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, എളിമയിലൂടെയുള്ള സാക്ഷ്യം. ആന്റണി പഗാനിയച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ വിനയമായിരുന്നു. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ നേട്ടം അവിടുത്തെ കുരിശുമരണവും അതിലൂടെ ലഭിച്ച വിജയവുമാണ്. എന്നാൽ ആ വിജയമുണ്ടായത് അവിടുത്തെ സ്വയം ശൂന്യമാക്കലിലൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നേടുന്ന വിജയങ്ങൾ നമ്മുടെ സ്വന്തം കഴിവല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ കൃപയാണെന്ന് അംഗീകരിക്കുമ്പോഴാണ് നാം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നത്. ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന പൗലോസ്ലീഹായുടെ വചനം നമ്മുടെ ജീവിതമന്ത്രമാകണം. രണ്ടാമതായി, മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ കാണുക. പഗാനിയച്ചൻ പാവപ്പെട്ടവരിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്രിസ്തുവിനെ ദർശിച്ച വ്യക്തിയായിരുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ നേടിയ ഏറ്റവും വലിയ നേട്ടം മനുഷ്യവർഗത്തെ ദൈവത്തോട് അടുപ്പിച്ചു എന്നതാണ്. നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോഴും വേദനിക്കുന്നവർക്ക് കൈത്താങ്ങാകുമ്പോഴും ക്രിസ്തുവിൻ്റെ ആ സ്നേഹവിജയത്തെയാണ് നാം അംഗീകരിക്കുന്നത്. സേവനസന്നദ്ധമായ ഒരു ജീവിതം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. മൂന്നാമതായി, വിശുദ്ധിയിലുള്ള ജീവിതം. പാപത്തിന്മേൽ ക്രിസ്തു നേടിയ വിജയമാണ് നമ്മുടെ രക്ഷ. ഈ നൊവേനയുടെ 3-ാം ദിനത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ ആന്തരിക വിശുദ്ധിയെക്കുറിച്ചാണ്. തെറ്റായ വഴികളിൽ നിന്ന് മാറി നടക്കാനും സത്യസന്ധതയോടെ ജീവിക്കാനും നാം പരിശ്രമിക്കുമ്പോൾ ക്രിസ്തു പാപത്തിന്മേൽ നേടിയ വിജയം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറുന്നു. ഓരോ പ്രലോഭനത്തെയും അതിജീവിക്കുമ്പോൾ നാം ലോകത്തോട് പറയുന്നത് ക്രിസ്തു ജയിച്ചിരിക്കുന്നു എന്നാണ്. നാലാമതായി, പ്രത്യാശയുള്ളവരായിരിക്കുക. പ്രതിസന്ധികളിലും തളരാതെ നിൽക്കാൻ പഗാനിയച്ചനെ സഹായിച്ചത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമായിരുന്നു. ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു എന്നത് ഒരു നേട്ടമാണെങ്കിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുന്ന വിശ്വാസി ആ നേട്ടത്തിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. പ്രിയപ്പെട്ടവരെ, ആന്റണി പഗാനിയച്ചൻ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് ക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ സമർപ്പണമാണ്. നമ്മുടെ കൊച്ചു കൊച്ചു പ്രവൃത്തികളിലൂടെ, സ്നേഹത്തിലൂടെ, എളിമയിലൂടെ നമുക്കും ക്രിസ്തുവിൻ്റെ നേട്ടങ്ങളെ ലോകത്തിനു മുൻപിൽ ഉയർത്തിപ്പിടിക്കാം. ഈ നൊവേന ദിനത്തിൽ പഗാനിയച്ചൻ്റെ മാധ്യസ്ഥം വഴി നമുക്കും അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.